1859 ജൂൺ 30 ചാൾസ് ബ്ലോണ്ടിൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രഞ്ചുകാരൻ നയാഗ്ര വെള്ളച്ചാട്ടം ആദ്യമായി അതിന് കുറുകെ കെട്ടിയ 2 ഇഞ്ച് കനമുള്ള ഇരുമ്പ് കയറിൽ കൂടി നടന്ന് 26 അടി നീളമുള്ള ഒരു ബാലൻസിംഗ് ദണ്ടുമായി 23 മിനിറ്റ് എടുത്ത് അക്കരെ ഇക്കരെ കടന്നപ്പോൾ ലോകം അവനെ നോക്കി ആശ്ചര്യപ്പെട്ടു പറഞ്ഞു കാണും, ബ്ലോണ്ടിൻ, നീ ശരിക്കും ഒരു വീരനാണ്, നീ ഒരു അത്ഭുതം തന്നെ, നീ എല്ലാ അർത്ഥത്തിലും ഒരു അമാനുഷ്യനാണ്. ഇതേ കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ശ്രമത്തിനിടെ തന്നെ ഒരു പക്ഷേ ആദ്യം ആശങ്കയും മൂലം നാം മരണപ്പെട്ടേക്കാം. പിന്നീട് പലരും നയാഗ്ര വെള്ളച്ചാട്ടം മറികടന്നെന്ന് ചരിത്രം പറയുമ്പോഴും ആരെങ്കിലും ഈ അതിസാഹസിക കൃത്യത്തിനിടയിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ നോക്കി ലോകം സഹതാപത്തോടെ പറയും, വിഡ്ഢിയായ മനുഷ്യൻ, എന്തിനാണ് അയാൾക്ക് പറ്റാത്ത പണിക്ക് പോയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചാൾസ് ബ്ലോണ്ടിനെ വീരനെന്നും പരാജയപ്പെട്ടവനെ വിഡ്ഢിയെന്നും ലോകം വിളിക്കുന്നത് കാരണം ഒന്നേ ഉള്ളൂ, അത്രമേൽ സാഹസിക നിറഞ്ഞ ഒരു കാര്യത്തിന് വിജയത്തിൽ കുറഞ്ഞ ഏതൊരു കാര്യവും കൊണ്ടുവരുന്ന ഫലമെന്നത് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ആഴമായ മരണമാണ്. ഒരു ബോർഡ് എക്സാം എല്ലാ വിഷയത്തിനും A+ ഗ്രേഡോടെ പാസ്സാകുക എന്നത് വലിയ കാര്യമാണ്. കാരണം അതിൽ കൂടിയൊരു വിജയം സാധ്യമല്ലാതിരിക്കെ അതിനെ ഉന്നത വിജയമെന്ന് നമ്മൾ പുകഴ്ത്തുമ്പോഴും അത് നന്നായി പരിശ്രമിക്കുന്ന അനേകർക്ക് പ്രാപ്തമാണ് എന്നതാണ് സത്യം. എന്നാൽ വളരെയേറെ സാഹസിക നിറഞ്ഞൊരു കാര്യം എല്ലാവർക്കും പ്രാപ്യമല്ല. അപൂർവം ചിലർക്ക് മാത്രം സാധ്യമായതിനെയാണ് നമ്മൾ വീരോചിതമെന്ന് വാഴ്ത്തുന്നത്. ഏതൊരു മനുഷ്യനും പകച്ചു നിൽക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് മരണം. എല്ലാ മനുഷ്യരും മരണമെന്ന ക്ഷണം കൂടാതെ കടന്നു വരുന്ന അതിഥിയുടെ കാലച്ചയിലാണ് ജീവിക്കുന്നത്. ലോകം അതിൻ്റെ സർവ്വ കഴിവും ശക്തിയും ഉപയോഗിച്ച് നോക്കിയിട്ടും മരണത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ ഇന്നും വെറുങ്ങലിച്ച് നിൽക്കുകയാണ്. മരണത്തിൻ്റെ മണിനാദം തെല്ലൊന്ന് ദൂരെയാക്കാൻ ഇച്ഛിച്ച് 12 ഡോക്ടർമാരെ തൻ്റെ പേഴ്സണൽ ചെക്കപ്പിന് വേണ്ടി മാത്രം നിയോഗിച്ച് അനുദിന ദിനചര്യകളുടെയും വ്യായാമത്തിൻ്റെയും കൃത്യതയ്ക്കായി മറ്റൊരു 15 പേരെയും നിയോഗിച്ച് അവയവദാതാക്കളായി ഒരു പറ്റം ആളുകളെ തീറ്റിപ്പോറ്റി ജീവിച്ച ഒരു വ്യക്തിയുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളുള്ള മെത്തയിൽ ഉറങ്ങി ജീവിതത്തിൽ താൻ സമ്പാദിച്ച സമ്പത്തും തൻ്റെ കഴിവും ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് ഒരു 150 വർഷമെങ്കിലും നീട്ടിയെടുക്കാനെന്ന് ഇച്ഛിച്ച മൈക്കിൾ ജാക്സൺ. പക്ഷേ അയാൾ തൻ്റെ 50-ാം വയസ്സിൽ ഈ ലോകത്തോട് ഹൃദയാഘാതം മൂലം വിട പറഞ്ഞു എന്നതാണ് സത്യം. മരണത്തിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ കീഴടങ്ങുമ്പോൾ മരണത്തെ ജയിച്ച ഒരുവൻ കർത്താവായ യേശു നമ്മോട് പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പോളം വലുതായി മറ്റൊന്നും ഈ ലോകത്തില്ല. അനേകർ സാമൂഹിക ഉന്നമനത്തിനായി ജീവിതം മാറ്റിവെച്ചു, ജീവിതം തന്നെ അതിനായി ഒഴിഞ്ഞു വച്ചിട്ട് മരിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരാരും 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ ഒരേ ഒരാൾ മാത്രമേ 3-ാം ദിനത്തിൽ ഉദ്ധാനം ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഒരു മനുഷ്യനും പ്രാപ്യമല്ലാത്ത മരണത്തിൻ്റെ കരാളഹസ്തത്തെ തകർത്തെറിഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. അവനെ കണ്ടപ്പോൾ തോമാശ്ലീഹ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ശിഷ്യന്മാർ അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ചരിത്രത്തിൽ ക്രിസ്തു മാത്രമാണ് മരണത്തെ തോൽപ്പിച്ചവൻ. അതിനാൽ ഏതൊരു ക്രൈസ്തവനും അഭിമാനത്തോടെ ആരോടും ചോദിക്കാം, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെക്കാൾ മഹത്തരമായ മറ്റൊന്ന് ചരിത്രത്തിൽ കാണിച്ചു തരാമോ?